അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോനെ, ഷാമോനെ, മോനെ, ആയിഷുമ്മക്ക് വല്ലാത്ത സന്തോഷം. ഉമ്മ, മോനെ, നമുക്ക് പോയി നോക്കിയാലോടാ. ഉമ്മ, പോകാം. എൻ്റെ പൊന്നാര മോനെ, ഏതൊരു സമാധാനമായില്ല, വല്ലാത്തൊരു സന്തോഷം. എനിക്കൊന്നും ഇല്ലല്ലോ അവൾക്ക്, അതന്നെ വലിയത്. എന്നാലും പോളിപ്പോൾ എങ്ങനെ ഒറ്റക്ക് ആശുപത്രിക്കൊക്കെ എത്തിയത്, അതും ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഇതാണ്. എന്നാൽ ഈ സമയം അതാ ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാൻ വേണ്ടി നിൽക്കുകയാണ് സൗദയെ. എന്നാൽ നജീബ് പറഞ്ഞു, എന്തായാലും ഷമ്മാസ് വരട്ടെ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണ്ടല്ലോ. എന്നാൽ ഈ സമയം അതാ ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ, എന്താ വേണ്ടത്? എന്തായാലും പുതിയ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കേണ്ടി വരും. അതായത് എന്തൊക്കെയോ മെഡിസിൻസ് കൊടുത്തിട്ട് ആ കുട്ടിയുടെ മാനസിക നില എന്നത് ഉപരി ഒരു മൊത്തത്തിൽ എന്തൊക്കെയോ ഒന്നും ചോദിച്ച ഓർമ്മയില്ല, എന്താ ഏതാ ഒന്നും അറിയുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെയായാലും നമുക്ക് വേറൊരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ടി വരും, വേറെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരും എന്നത് ഉറപ്പാണ്. ആ ശരി, ഞങ്ങൾ എത്താം. ഉമ്മ, ഷാമോൻ വിളിക്കുന്നു. ആ മോനെ. ഉമ്മ, നമുക്കൊന്ന് പോയി നോക്കിയാലോ ഹോസ്പിറ്റലിലേക്ക്? ആ മോനെ, ആയിക്കോട്ടെ. മോളെ നുസിയേ, മിസിരിയേ, മക്കളെ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഇനി നവാസ് അവർ എപ്പോഴാണ് നവ എത്തുക? എന്തായാലും ഞങ്ങളൊന്ന് പോയിട്ട് വരാം. പഠിച്ചോനെ. മോനെ, ഷാമോനെ. ആ ഉമ്മ, ഞാൻ മാറ്റിയിടാ, എന്നേ വേം വാ. അങ്ങനെ ഏതാ ഷമ്മാസും ഉമ്മയും നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു നമ്മുടെ പോലീസ് നജീബ്. എന്നാൽ ഈ സമയം ഷഹർബാൻ അതാ സൗദയുടെ മൊഴി എടുക്കുകയാണ്. മോളി സൗദ, പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചിരുന്നോ? അവൾ ഭയന്ന് മാറുകയാണ്. മോള് വിഷമിക്കേണ്ട, മോള് പറഞ്ഞോളൂ, എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. മോള് എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിച്ചോ? എനിക്ക് പേടിയാണ്. നിങ്ങൾ ആരാ? അതെ മോളെ, ഞാൻ ആരുമല്ല, നിന്നെ ഞാൻ സഹായിക്കാൻ വന്നതാണ്, അല്ലാതെ ഒരിക്കലുമല്ല. എനിക്ക് പേടിയാണ്. മോൾ ആരെങ്കിലും ഉപദ്രവിച്ചോ? എനിക്കറിയില്ല. മോൾ ആരോടെ കൊണ്ടുവന്നത്? എനിക്കറിയില്ല, എനിക്ക് പേടിയാണ്. അതെ, അവൾ ആരൊക്കെയോ ഭയക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവൾക്ക് എന്തൊക്കെയോ ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പരമാവധി തിരിച്ചും മറിച്ചും നമ്മുടെ ഷഹർബാൻ ചോദിച്ചിട്ടും അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അവൾ അറിയില്ല, എനിക്ക് പേടിയാണ് എന്നത് മാത്രമായിരുന്നു പറഞ്ഞത്. സത്യത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. നജീബിനോട് പറഞ്ഞു. നജീബ്, ആ ഷെഹർബാൻ, എന്താ അവിടെ അവസ്ഥ? എൻ്റെ പൊന്നിക്ക ഒന്നും പറയുന്നില്ല, എല്ലാം അറിയില്ല. പക്ഷേ ഇത് കരുതി കൂട്ടി അങ്ങനെ പറയല്ല. ഇത് അവളുടെ മാനസികാവസ്ഥ തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാണ്. അറിയുന്നില്ല, പറയില്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ് പറയുന്നത്. എന്തൊക്കെ തന്നെയാലും നമുക്ക് അവർ വരട്ടെ അല്ലേ? പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ആ ഒരു മെഡിസിൻ്റെ ഡോസ് അവളുടെ ശരീരത്തിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്, അതിൻ്റേതായിരിക്കാം. എന്നാൽ പെട്ടെന്ന് അതാ നജീബ് സാറ് അവിടുത്തെ വലിയ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ശരിക്കും അവൾക്ക് നല്ല ഡോസുള്ള മെഡിസിൻ ആണ് കൂടിയാണ്. സാമ്പിൾ പരിശോധിച്ചു. അതൊന്നൊരു പേഷ്യൻറ്റിന് കൊടുക്കാൻ പാടില്ല. ഓർമ്മശക്തി, നമ്മളെ തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലുള്ള മെഡിസിൻസാണ് അവരെല്ലാം ആഡ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ അത്രയ്ക്കും ക്രിമിനൽസ് ഉപയോഗിക്കും. ഇതൊക്കെ എവിടെ നിന്ന് അവർക്ക് കിട്ടുന്നത്? ഇത് എവിടുന്ന്? ഇത് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ ഇത് ഉണ്ടാവും, എനിക്കറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റേതായ ആൾ വല്ല ക്രിമിനൽസിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ടൊക്കെ, അതോ ഇനി ഡോസ് കൂട്ടിക്കൊടുത്ത് ഒരു ഡോസ് അല്ല, പകരം ഒരുപാടങ്ങ് കലക്കി കൊടുത്താൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ ടൈം എടുക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല ഡോസാണ് കയറിയിട്ടുള്ളത് രക്തത്തിൽ, ബ്ലഡിൽ അതങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞതൊക്കെ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലൊക്കെ ഇതിപ്പോൾ ഭയങ്കര റിസ്ക്കാണ്. ഏതായാലും എന്താ അറിയില്ല, എന്തുകൊണ്ടാണ് ഇവരിത് ഇങ്ങനെ ചെയ്തത്? എന്താ പ്രോബ്ലംസ്? അതോ ഒറ്റക്കെടുത്ത് കഴിച്ചോ? അതും അറിയില്ല. കുട്ടി, നേരെ അതാ ഡോക്ടർ അവളുടെ അരികിലേക്ക് ചെന്നു. മെഡിസിൻസ് എന്തെങ്കിലും എടുത്ത് കഴിച്ചിരുന്നോ? അറിയില്ല. അതെ, അത് മാത്രമേ ഉള്ളൂ, ഒന്നും അറിയുന്നില്ല, ഓർമ്മയേ ഇല്ല. പെട്ടെന്ന് അതാ ഷഹർബാനോട് പറയുന്നു. നിങ്ങൾ ആരാ? നേരത്തെ പറഞ്ഞതാണ് ഞാൻ നിന്നെ സഹായിക്കാൻ വന്നാണെന്ന്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ആരാണ്? അതാണ് അവൾ പറയുന്നത്. എന്നാൽ ഈ സമയം അതാ ഷമ്മാസും ഉമ്മയും, മോനെ വേഗം ഒന്ന് വിട്ടുവിട് മോനെ, എനിക്ക് സമാധാനമില്ല മോനെ, ആകപ്പാടെ ഇടങ്ങാറാണ് മോനെ. എൻ്റെ ഉമ്മ പ്ലീസ്, എൻ്റെ ഉമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്?
ഇതിപ്പോൾ മാക്സിമം സ്പീഡിലാണ് ഉമ്മ. ഇനി ഇതിന് അധികം ഇവിടെ പറ്റില്ല. കണ്ടില്ലേ അവിടെ 100 120 അതിനപ്പുറത്തേക്കായിട്ട് കിടക്കാൻ പാടില്ല. മോനെ എൻ്റെ ഒരു വിവരക്കേട് കൊണ്ട് പറയാണ്. എനിക്കറിയാം ആദ്യമൊക്കെ ഉമ്മാനെ വീട്ടിലോട്ട് ഞാൻ മെല്ലെ പോയിക്കോന്ന് ഇനി പറഞ്ഞേണ്ടത്. ഇപ്പം ഉമ്മാക്ക് അവിടെ എത്തണം എന്നുള്ളതുകൊണ്ടാണ് പൊന്നുമോൻ. ഉമ്മ ഇനി അധികമൊന്നുമില്ല. അങ്ങനെയതാ ലൊക്കേഷൻ അനുസരിച്ച് ഷമ്മാസ് പുറപ്പെടുന്നു. മോനെ എന്തെങ്കിലും വാങ്ങണ്ടേ? അല്ലുമ്മ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പോൾ ഒരാളെ കാണുന്നില്ല, നമ്മൾ അവരെ കണ്ടുപിടിച്ചവരെ കാണുവാൻ വേണ്ടി പോകുകയാണ്. അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ വേറൊന്നിനും പോവല്ലേ. അവരെ കണ്ടുപിടിച്ചു, അപ്പോൾ നമ്മളൊന്ന് പോകണം, ഹോസ്പിറ്റലിൽ കാണിക്കണം. മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ മാത്രം ഓൾക്ക് എന്താ പറ്റിയിരിക്കണേ? ഒന്നും പറ്റിയിട്ടില്ലമ്മ, ഒന്നും പറ്റിയിട്ടില്ല. നമ്മളവിടെ എത്തിക്കിട്ടിയാൽ മതി അല്ലേ? അവിടെ നിന്നൊന്ന് മാറിയിട്ടേ മോനെ ഏതായാലും പഠിച്ച റബ്ബ് കാക്കട്ടെ റബ്ബേ. ഒരു ഘട്ടത്തിൽ നിന്ന് ഓളും കണ്ട് രക്ഷപ്പെട്ട് നന്നായിട്ടുള്ളൂ. അപ്പോത്തിന് പിന്നെ അമ്മട്ടക്ക എന്തോ ഒരു കാട്ടിക്കൂട്ടിലാണിത്. ഐഷുമ്മ അതാ ഷമ്മാസിനോട് പറയുന്നു, ഉമ്മ ഇനി വെറും 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഉമ്മ ഇരുന്ന് ക്ഷീണിച്ചിക്കിന് ഉമ്മ എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാം. മോനെ ഇപ്പോൾ ഒന്നും വേണ്ട മോനെ, എനിക്കൊന്നും വേണ്ട, എത്തി കിട്ടിയാൽ മതി. വെള്ളം വേണേ കാറിലുണ്ടല്ലോ. അങ്ങനെ അതാ അവർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നു. എന്നാൽ ഈ സമയം നവാസും ഫസീലയും മക്കളും അവർ തിരിച്ചു വരികയാണ്. നവാസിൻ്റെ മുഖത്ത് ഒരു സന്തോഷമുണ്ട്, അതിലേറെ ഭയവും. എന്നാൽ ഫസീലയാണെങ്കിൽ ഇക്ക നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയാലോ? അതല്ലേ നല്ലത്, നേരെ പോകാം, ഒന്ന് വിളിച്ചു നോക്കി എവിടെ ഏതാ എന്തൊക്കെയെന്ന് അറിയാലോ. അപ്പോൾ തന്നെ നവാസ് ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ ഷാമോനെ, എവിടെയാടാ? ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ്? ഒന്ന് ലൊക്കേഷൻ വിടട്ടോ. ഇക്ക ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും, ഞാൻ എത്തിയിട്ട് വിടാട്ടോ. അങ്ങനെ അതാ അല്പസമയത്തിന് ശേഷം ഷമ്മാസും ഉമ്മയും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. പഠിച്ചോനെ ഇത്രയും വലിയ ആശുപത്രിയിലാണോ ഓളെ കൊടുന്നിട്ടിക്കണത്? പഠിച്ചോനെ എന്താ അതിന് മാത്രം മാനസിക ആരോഗ്യ കേന്ദ്രം. മോനെ ഇതിപ്പോൾ എന്താ ഇവിടെ? ഉമ്മ അതൊക്കെ മോനെ എന്താ പോൾക്ക് എന്താ വല്ല മാനസികമായിട്ട് ഇളകിയിട്ടാണോ ഇവിടെ കൊടുന്ന് ഇട്ടത്? പഠിച്ചോനെ ഉമ്മ അതൊന്നും അറിയില്ല, നമുക്ക് കയറി നോക്കുക, വലിയ സ്ഥാപനമാണ്. എന്നാലും മോനെ നല്ല വെടുപ്പും വൃത്തി, നല്ല ചെടിയും പൂക്കളൊക്കെ നല്ലോണം ഉണ്ടാക്കിയിരിക്കണല്ലോ അല്ലേ ഉമ്മ? അതിനനുസരിച്ച് ക്യാഷും വരും ഇവിടെ, ഭയങ്കര സെറ്റപ്പാണ് എല്ലാ കാര്യങ്ങളും, നല്ല ക്യാഷും ഉണ്ടാവും. ആയിക്കോട്ടെ മോനെ, എന്നാൽ അസുഖം മാറിക്കിട്ടുക. എന്താ പോൾക്കുള്ള അസുഖം അല്ലേ? അങ്ങനെ ഏതാ അവർ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ നിമിഷം നജീബ് സാറെ വിളിക്കുന്നു. ഹലോ സാർ, ഞങ്ങളിവിടെ പുറത്തുണ്ട്. കമോൺ ഇവിടെ വരൂ. നജീബ് അവരെ കൂട്ടുവാൻ വേണ്ടി അതാ പുറത്തേക്ക് ഇറങ്ങി. ഷമ്മാസിനെ കണ്ടു. ഷമ്മാസ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല കണ്ടോ? കണ്ടു. നല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ സൂപ്രണ്ട് പറയണേ ഞങ്ങളോടൊന്നും പറയാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് പോയി. പിന്നെ ഞങ്ങൾ ഒരു നമ്പറിലേക്ക് വിളിച്ചു നോക്കി, അതൊന്നും സ്വിച്ച് ഓഫ് ആണെന്നോ നിലവിലില്ല അതൊക്കെ പറയുന്നത്. ആരുടെ നമ്പർ ആർക്കറിയാം? ഞോളതാണോ ആർക്കറിയാം? അതൊന്നും എനിക്ക് പറയാൻ പറ്റൂല. അവരെന്തൊക്കെ തന്നെയായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതാ ഐഷമ്മ പൊന്നാര മോനെ എവിടെ ആവും ഓലല്ലേ, ഒന്ന് കാണിച്ച് സൗദനെ. ഉമ്മ വരൂ. അങ്ങനെ ഏതാ ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. മോനെ നല്ല സൗകര്യവും കാര്യമുള്ള ആണല്ലോ ഉമ്മ. അത് കുഴപ്പമൊന്നുമില്ല, ഇത് ഗവൺമെൻറ് എന്നല്ലേ, ഇത് നല്ല പ്രൈവറ്റ് വിലപിടിപ്പുള്ള നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണേ. അങ്ങനെ ഇത് ഐഷുമ്മ ഷമ്മാസിൻ്റെ കൂടെ ആ റൂമിലേക്ക് പോകുന്നു. ഷമ്മാസ് പറഞ്ഞു, ഉമ്മ ഞാനിവിടെ നിൽക്കാം, ഉമ്മ ചെല്ലി. എന്നാൽ അതാ ആ കട്ടിലിനരികിൽ അതാ ഭയത്തോടെ ഇരിക്കുന്ന ഒരു പെണ്ണ്. ശരിക്കും അതാ ഐഷുമ്മയെ കണ്ടപ്പോഴും അവൾ ഒന്ന് ഞെട്ടി എന്നല്ലാതെ ബാക്കി ഒന്നും മിണ്ടുകയോ പറയുകയോ ചെയ്യാതെ അവൾ ഒരു മൂലയിലേക്കങ്ങ് ഒതുങ്ങിക്കൂടുകയായിരുന്നു. മോളെ സൗദ, ഉമ്മ വിളിച്ചു. മോളെ സൗദ എന്ത് പറ്റി മോളെ? എന്താ കുട്ടിക്ക് പറ്റിയത്? സ്നേഹത്തോടെ അതാ ഐഷുമ്മ അവളെ വിളിച്ചു. എന്നാൽ അവൾ ഒന്നും മിണ്ടിയില്ല. ഭയത്തോടു കൂടി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഷാള് മുഖത്തേക്കിട്ടു. എന്നാൽ ഷഹർബാൻ പോലീസ് പറഞ്ഞു, അതെ ഉമ്മ ഇവൾക്കിപ്പോൾ ഇങ്ങനെയാണ്. അതായത് ഞാനൊക്കെ എത്രയോ പറഞ്ഞിട്ട് പിന്നെ മനസ്സിലാകുന്നില്ല, എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൾ അത് മൈൻഡ് ചെയ്യുന്നുമില്ല. എന്താ ഉമ്മ ചെയ്യാന്ന് വെച്ചാൽ? മോളെ ഇത് എന്താ നാവ് ഇങ്ങനെ? മോളെ സൗദ, എടി ഈ മോളെ വന്നിക്കണ ആരോ നോക്ക്, പുത്തൻ വീട് തറവാട്ടിലെ ഐഷമ്മ വന്നിക്കണ മോളെ. മോളെ എങ്ങോട്ട് നോക്ക്, ഉമ്മയാണ് വന്നിക്കണത്. അതെ
ഉമ്മ പരമാവധി അവളെ വിളിച്ച് തോണ്ടാൻ വേണ്ടി ശ്രമിക്കും. മോളെ മോളെ ഇങ്ങോട്ട് നോക്ക് മോളെ. വേണ്ട, എനിക്ക് പേടിയാണ്, നിങ്ങൾ ആരാ, എന്നെ കൊല്ലോ. എന്നാൽ അതാ അവളുടെ ആ വാക്കുകളാണ് അവൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഷെഹർബാൻ പറഞ്ഞു, ആ അതെ ഉമ്മ, ഒന്നും ഉണ്ടായിട്ടില്ല, അവൾക്ക് എന്തൊക്കെയോ മെഡിസിൻസ് കൊടുത്തിട്ട് നല്ല ഭയം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മെഡിസിൻസിൻ്റെ രക്തത്തിൽ കലർന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ അവൾക്ക് ഓർമ്മശക്തി കിട്ടുള്ളൂ. അല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡോക്ടറിന് പറഞ്ഞു. എന്താണ്, ആരാണ് ഇതൊക്കെ കൊടുത്തത്, എന്ത് മെഡിസിൻസാണ് കഴിച്ചത്? അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അംശങ്ങൾ നല്ലോണം അതിൽ കലർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളുടെ ഒരു ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ജീവിതത്തിന് അർത്ഥം? എന്നാൽ ഇതെല്ലാം കേട്ട് ഐഷുമ്മ പൊട്ടിക്കരഞ്ഞു പോയി. എൻ്റെ റബ്ബേ, എന്തൊക്കെയാ റബ്ബേ ഞാനീ കേൾക്കണത്? എൻ്റെ റബ്ബേ, ഒരു കുഴപ്പമില്ലല്ലോ ഓൾക്ക്, എന്തിനാ മോളേജ് ഇങ്ങനെ? പഠിച്ചോനെ, അല്ല ഇതാരാണ് കാട്ടിയതാവല്ലേ? എന്താ അവരെ നോക്കിയവർ മെഡിസിൻസ് കൊടുത്തവർ, അല്ലാതെ എന്താ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പെട്ടെന്ന് ഷാമോനെ ഉമ്മ വിളിക്കുന്നു. മോനെ, എടാ ഓളെ സ്ഥിതിയൊക്കെ പറ്റയക്കണം, ഓൾക്ക് ഓർമ്മയും ബോധമൊന്നും എന്നൊന്നും തിരിച്ചറിയണില്ല. മാൻ്റെ കുട്ടിയൊന്ന് വന്നു നോക്കാണേ. ഷമ്മാസ് അവിടെ മാറി നിൽക്കുകയായിരുന്നു. ഇത്ത, അതെ സൗദ, സൗദ, സൗദത്താ. ആരാ? എനിക്ക് പേടി, നിങ്ങൾ ആരാ? അതെ, അറിയാത്ത പോലുള്ള അഭിനയം. ആരെയും തിരിച്ചറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല, കാണുന്നില്ല. എന്നാൽ ഐഷമ്മ പറഞ്ഞു, പൊന്നാര കുട്ടികളെ എവിടേക്കെങ്കിലും കൊണ്ടുപോവുക, വേറെ എവിടേക്കെങ്കിലും. ഇവിടെ ഇനിയിപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഞാൻ സാറിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഷമ്മാസ് പെട്ടെന്ന് അവിടുത്തെ ഡോക്ടറെ കാണുവാൻ വേണ്ടി പോയി. എന്താ സാർ, ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടത്? അത് നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ, ഞാൻ ഭർത്താവിന് തന്നെയാണ്. ഓക്കെ ഓക്കെ. അതായത് ഈ പേഷ്യൻറ്റിനെന്ന് വെച്ചാൽ നല്ല ഡോസാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതായത് ആരാണിത് കൊടുത്തത് അവരെ ഒന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. എന്താണ് മെഡിസിൻസ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചോദ്യം ചെയ്യേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഇവരെ ഇനി ബുദ്ധി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനും പ്രയാസമായിരിക്കും. അല്ല സർ, ഇവിടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇനിയിപ്പോൾ അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഇതിനുള്ള മെഡിസിൻസ് അവൈലബിൾ അല്ല, ഈ ഒരു ട്രീറ്റ്മെൻറ്റ്. അതായത് ഞങ്ങളിങ്ങനെ ഈ ബാലൻസ് തെറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കേസ്, ഇങ്ങനെ മെൻ്റലി പ്രോബ്ലംസ് ഒക്കെയാണ് ഇവിടെ ഞങ്ങൾ കെയർ ചെയ്യാറുള്ളത്. പക്ഷേ ഇവർക്ക് തലച്ചോറിനാണ് ബാധിച്ചിട്ടുള്ളത്. അങ്ങനെ ബാധിച്ച സ്ഥിതിക്ക് അത് തീർച്ചയായും നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നോക്കാൻ തലൻ്റെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. ഓർമ്മശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട രീതിയിലാണ്. ഒരു പ്രാവശ്യം മെഡിസിൻ കൊടുത്തതിന് ശേഷം പിറ്റേ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കുമ്പോൾ അപ്പോൾ പോലും ഭയമാണ്, ഇത് എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഇപ്പോൾ ചോദിച്ചു, എന്നെ കൊല്ലാനാണോ അങ്ങനെയൊക്കെ ചോദിച്ചത്. മൊത്തത്തിൽ പ്രശ്നമാണ്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കുമോ, നല്ല അത്യാവശ്യം നല്ല ട്രീറ്റ്മെൻറ്റ് ഉള്ള ഡോക്ടറെ തന്നെ ആക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇതൊന്ന് റെഡി ആവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദിവസം പ്രതി ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കാം. ശരിക്കും ഡോക്ടറുടെ വാക്ക് കേട്ട് ഷമ്മാസ് ഞെട്ടി. പഠിച്ചോനെ, ഇനി എന്ത് ചെയ്യും? എന്നാൽ ഈ സമയം അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക്, ഹലോ, ആ ഇക്ക, ഷാമോനെ ലൊക്കേഷൻ വിട്ടതേ? ആ വിട്ടില്ല, നോക്കിയില്ലേ? ആ ഞാൻ ഒരു ആ സ്ഥലത്തേക്ക് വിടുന്നൊരു അരമണിക്കൂറോളം ഉണ്ടാവും ദൂരം. ഇക്ക അത്ര പെട്ടെന്ന് ഓടിച്ചു വരുമെന്ന് വേണ്ട, സാവകാശത്തേക്ക് മതി കേട്ടോ. ഷമ്മാസ് അവനെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, അതെ ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക. കാരണം ഈ രീതിയിലുള്ള പേഷ്യൻറ്റിനെ ഞങ്ങളോട് വെച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ വയലൻ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളായി കൊടുക്കാം. പക്ഷേ ഇവരങ്ങനെയല്ല, എന്തോ ഒരു മൂകമായൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇവരൊരു ജീവിതകാലം മുഴുവൻ തന്നെ ഒരാളോടും മിണ്ടാതെ പറയാതെ ഒന്നും സംസാരിക്കാതെ ഒരു മൂകമായ ഒരവസ്ഥയിലേക്ക്, അതായത് ഒരു മനോനില തെറ്റിയ ഒരു മനുഷ്യജീവിയാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇവരുടെ ജീവിതം ഇങ്ങനെ പതുക്കെ പതുക്കെ മാറിപ്പോകുന്ന രീതിയിലായിരിക്കും. എന്നാൽ എല്ലാം കേട്ട് ഐഷമ്മ പൊട്ടിക്കരഞ്ഞു. മോളെ, എന്താ റബ്ബേ എനിക്ക് പറ്റിയത്? ഒന്നുമില്ലായിരുന്നല്ലോ, എനിക്ക് നല്ല മട്ടത്തിന് എവിടെ കൈയല്ലായിരുന്നോ? എനിക്കെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടില്ലായിരുന്നോ? പഠിച്ചോ, നമുക്കൊരു കുട്ടിനും തന്നില്ലേ? സന്തോഷത്തോടു കൂടി ജീവിക്കല്ലായിരുന്നു. എന്താ സൗദ എനിക്ക് പറ്റിയത്? എന്നാൽ ഷെഹർബാൻ പറയുന്നു, ഉമ്മ ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവൾക്ക് അങ്ങോട്ട് കേൾക്കൂല, അവൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ സമയം അതാ നവാസും ഫസീലയും മക്കളും വരികയാണ് സൗദയുടെ അടുത്തേക്ക്. ഇക്ക, എന്താടി ഇക്കക്ക് ടെൻഷൻ ഉണ്ടോ? എന്തിന്? എനിക്ക് ടെൻഷനൊന്നുമില്ല. ഓക്കെ, ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. എന്തൊക്കെ തന്നെയായാലും
നമുക്കവളെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ കൂടെ തന്നെ അവളെ നിർത്തണം. അവളൊരിക്കലും പുത്തൻവീട് തറവാട്ടിൽ നിർത്തണ്ട, ഉമ്മാക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്ക അവരെ കേട്ടോ, ഒന്നും വിഷമിക്കണ്ട, അവളെ ഞാൻ നോക്കിക്കൊണ്ട്. ഫസീലയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഒരു നിമിഷം നവാസ്, എൻ്റെ പൊന്നു മോളെ, നീ അങ്ങനെയൊക്കെ പറയും, അത് ഏതൊരു ഭാര്യയും മറ്റൊരു ഭാര്യയെ നോക്കുന്നില്ല, എന്തൊക്കെയാണ് നീ പറയുന്നത്? ഇക്ക, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ച് ജീവിച്ചവളാണ്. അതായത് എൻ്റെ ജീവിതം മുഴുവൻ ഈ ലോകം കഴിഞ്ഞ് ഞാൻ പരലോകത്തേക്ക് എത്താൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എന്നെ ഐഷുമ്മ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഈ രീതിയിലാക്കിയത്. അപ്പം നവാസ്ക, നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പരിചരിക്കണ്ടേ? എന്തൊക്കെ പറയുന്നത്? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഒരു ഭാര്യ, അതും ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യ ഒരിക്കലും പരിഗണിക്കൂല എൻ്റെ ഫസീല. നീ ഓരോന്നും വെറും വാക്ക് പറയണ്ട ഇക്ക. എനിക്കങ്ങനത്തെ വിഷയമല്ല. അവളും നിങ്ങളുടെ കൂട്ടത്തിൽ ചേരണം. നമ്മുടെ കുഞ്ഞാണിത്, നമ്മളുടെ കുഞ്ഞിൻ്റെ ഉമ്മയെ ഒരുമിച്ച് ഞങ്ങൾ ജീവിക്കും ആ വീട്ടിൽ. എന്നാൽ പെട്ടെന്ന് അതാ നവാസ് പറയുന്നു, വേണ്ട, അവൾ പുത്തൻ വീട് തറവാട്ടിൽ നിൽക്കട്ടെ. അല്ല എങ്കിൽ അവൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു വീടുണ്ടല്ലോ, അവിടെ നിന്നോട്ടെ അവൾ. എന്നിട്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ അവളെ വേണ്ട, അതൊരിക്കലും ശരിയാവില്ല. ഞാനും നീയും അവളും കൂടെ ഒരുമിച്ച്, അത് വേണ്ട. ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കാണട്ടെ എന്തൊക്കെ സ്ഥിതിഗതികൾ എന്നറിയാലോ. അങ്ങനെ അതാ 5 മിനിറ്റിന് ശേഷം അതാ അവർ ആ ഹോസ്പിറ്റൽ, ആ ലൊക്കേഷൻ സ്ഥാനത്തേക്ക് അവരെത്തി. ഇത്രയും വലിയ ഹോസ്പിറ്റലിലേക്കാണോ നമ്മൾ വന്നിട്ടുള്ളത്? ഇത് നല്ല ലക്ഷറി ഹോസ്പിറ്റലാണല്ലോ, കാണുന്ന പോലെയൊന്നുമല്ലല്ലോ, ഫസീല പറയുന്നു. എന്നാൽ അതാ നവാസ് വാഹനം അതിനകത്തേക്ക് കയറ്റി. അപ്പോൾ തന്നെ സെക്യൂരിറ്റി വന്ന് പാസും കാര്യങ്ങളും അതെല്ലാം കൊടുക്കുന്നേയും വാങ്ങുന്നതിൻ്റെയൊക്കെ തിരക്കിൽ. എന്നാൽ അപ്പോൾ തന്നെ അതാ ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ ഷാമോനെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഇക്ക, ഞാൻ പുറത്തേക്ക് വരാം. അങ്ങനെ അതാ ഷമ്മാസ് അവരെ കൂട്ടുവാൻ വേണ്ടി പുറത്തേക്ക് വന്നു. ഷമ്മാസിനെ കണ്ടതും നവാസ് വിതുമ്പിപ്പോയി. ഷമ്മാസ്, എന്താ അവസ്ഥ? ഇക്ക, ഒന്നുമില്ല, നിങ്ങൾ വരി. എന്നാൽ അതാ അവൾക്ക് ഓർമ്മയില്ലാത്ത കാര്യവും, അവൾക്ക് ഒന്നും ഓർമ്മശക്തിയില്ല, പഴയതൊന്നും ഓർമ്മയില്ല എന്നുള്ള കാര്യമൊന്നും നവാസിനോട് പറഞ്ഞില്ല. കാരണം നവാസിനെ ഇനിയിപ്പോൾ അപ്പം തന്നെ വിഷമിക്കുമെന്ന് കരുതിയിട്ട് പറഞ്ഞതേയില്ല. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് ഉമ്മയുടെ അടുക്കിലേക്ക് ഓടി വന്നു. ഉമ്മ, മോനെ, നവാസ്ക്ക് വന്നിട്ടുണ്ട്. പഠിച്ചോനെ എൻ്റെ കുട്ടി. കാരണം ഓല് മിണ്ടലും പറയലും ഒന്നും ഇല്ലേനോ, ഇപ്പം ആണെങ്കിൽ ഇവൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയും ചെയ്തു. എന്നാൽ മോനെ, ഈ ഷമ്മാസ് ഈ പറഞ്ഞു അവനോട് കാര്യങ്ങളൊക്കെ? ഇല്ലമ്മ, ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞ് മനസ്സിലായി കളഞ്ഞ് പെട്ടെന്ന് എങ്ങനെ ഉമ്മ ഞാൻ പറയാം, അവർ നേരിട്ടെന്നെ സംസാരിച്ചോട്ടെ. അങ്ങനെ അതാ ഡോക്ടറോട് പറഞ്ഞു, അതെ അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഓക്കെ അവനെ കടത്തി വിട്ടോളൂ. എന്നാൽ കുഞ്ഞിനെയും കൊണ്ട് അതാ അവൻ അവളുടെ അരികിലേക്ക് ആ റൂമിലേക്ക് പ്രവേശിച്ചു. അവൾ ആ കട്ടിലിൻ്റെ ബെഡിൽ മൂലക്കലായിട്ട് പേടിച്ചിരിക്കുന്ന അവസ്ഥ. സൗദ, നവാസ് വിളിച്ചു. എന്നാൽ ഒരു നിമിഷം നവാസിനെ കണ്ട് അവൾ നോക്കി എന്നല്ലാതെ അവൾ ഭയക്കുകയായിരുന്നു. സൗദ, ഇത് നവാസാണ്, നീ എന്നെ മറന്നോ? എനിക്ക് പേടിയാണ്. നിങ്ങൾ ആരാ? എനിക്ക് പേടിയാണ്. അവൾ വീണ്ടും ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. സൗദ, അപ്പോൾ നീ എന്നെ മറന്നു അല്ലേ? നമ്മുടെ കുഞ്ഞിതാ, നിൻ്റെ കുഞ്ഞ്, കുഞ്ഞിന് പാൽ കൊടുത്തേ. വേണ്ട, പേടിയാണ്, എനിക്ക് പേടിയാണ്. എന്നാൽ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ വെറുതെ ഒന്ന് നോക്കി. എന്നാൽ കുഞ്ഞിനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് അവൻ ശ്രദ്ധിച്ചു. തൊട്ടുപിറകിൽ ഷമ്മാസുമുണ്ട്, ഉമ്മയും. എന്നാൽ എനിക്ക് പേടിയാണ്. ഐഷുമ്മ കരഞ്ഞു പോയി. മോനെ, ഇതാണ് അവസ്ഥ. ഇപ്പോൾ അത് ഓർമ്മയില്ലാതേക്കണ്, ഒക്കെ മറന്നേക്കണ്. പഠിച്ച റബ്ബേ, വല്ലാത്തൊരു പുതുമ. എന്താ റബ്ബേ ഇത്? എന്നാൽ അതാ നവാസ് ഞെട്ടി ഷമ്മാസിനോട് പറഞ്ഞു, ഷാമോനെ, എന്താടാ ഇത്? അതേക്കാം, എന്തോ മെഡിസിന് കൊടുത്ത് ഡോസ് കയറ്റിയിട്ട് അവൾക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരായിരിക്കും അത്? എവിടെ നിന്നാണ് അവൾ പോകുന്നത്? അവിടുത്തുകാരായിരിക്കും, അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ശരിക്കും ഷമ്മാസിൻ്റെ വാക്ക് കേട്ട് അതാ നവാസിന് ദേഷ്യം അരിച്ചു കയറി. അവളുടെ ഉമ്മ കുഞ്ഞിക്കതിയായിരിക്കുമോ ഇത് ചെയ്തത്? എല്ലാ തെറ്റുകളും എല്ലാം വേണ്ടാത്ത പ്രവൃത്തിയും അവളെ പഠിപ്പിച്ചു കൊടുത്തത് അവരാണ്. നല്ല പെണ്ണായിരുന്നു, പക്ഷേ എൻ്റെ മക്കളെ നോക്കരുത്, അവളോട് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് അവളെ മനസ്സ് മാറ്റിയത് അവരാണ്.
എന്നാൽ നവാസിന് ദേഷ്യം അരിച്ചു കയറുകയായിരുന്നു. ദേഷ്യപ്പെട്ട് കാര്യമില്ല, ഇനി ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, നമ്മൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. എന്നാൽ എന്താ ഷമോനെ ചെയ്യുക? അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യും? ഡോക്ടർ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് മാറ്റാം, ആ ഹോസ്പിറ്റലിലേക്ക്. ഷമോനെ പെട്ടെന്ന്. എന്നാൽ ഫസീന, എന്തു പറ്റിയത്? അത് ഓൾക്ക് ചെറിയൊരു ഓർമ്മക്കുറവ്. എന്നാൽ അത് ഫസീല സൗദയുടെ അടുത്തേക്ക്. സൗദ മോളെ, സൗദ മോളെ, സൗദ എന്താ മിണ്ടാത്തത്? എനിക്ക് പേടിയാ, എൻ്റെ അടുത്തേക്ക് വരണ്ട ആരും. നിങ്ങളൊക്കെ ആരാ? മോളെ സൗദ, മനസ്സിലായില്ലേ? ഇത് ഫസീലയാണ്. എന്നെ നീ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? കണ്ടിട്ടില്ലേ? ഞാൻ ഫസീലയാണ്. അത് നവാസ്കയുടെ ആദ്യ ഭാര്യയാണ് മോളെ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, വാ എഴുന്നേൽക്ക്, നമുക്ക് പോയി നോക്കാം. വേണ്ട, എനിക്ക് പേടിയാണ്. എന്നാൽ അവൾ പോകുവാൻ കൂട്ടാക്കിയില്ല. എന്നാൽ അതാ നവാസ് തന്നെ അവളെ വാരിയെടുക്കുന്നു. അതെ, സൗദയെ അവൻ പിടിച്ച് വാരിയെടുത്തു. ഷമ്മാസ് പറഞ്ഞു, ഞാൻ പിടിക്കാം. വേണ്ട, സ്ട്രക്ചറിൽ കിടത്താം. വേണ്ട. അവൻ തന്നെ വാരിയെടുത്ത് അതാ അവളെ ആ ഒരു വീൽ ചെയറിലേക്ക് മാറ്റുന്നു. നേരെ അതാ നവാസിൻ്റെ വണ്ടിയിലേക്ക് അവളെ കൊണ്ടുപോകുന്നു. എല്ലാ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം സെറ്റായി. എല്ലാവരും വണ്ടിയിലേക്ക് കയറി. ഷമ്മാസ് പറഞ്ഞു, ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? വേറെ ഡ്രൈവറെ, വണ്ടി വേറെ? വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ അതാ അവരുടെ വണ്ടിയിലാണ് സൗദിയെ കൊണ്ടുപോകുന്നത്. മക്കൾ അതാ ഷമ്മാസും ഉമ്മയും ഉള്ള ആ വണ്ടിയിലും തൊട്ടടുത്തായിട്ട് ഫസീല ഇരിക്കുന്നുണ്ട്. മോളെ സൗദ, എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? ഇവളിങ്ങനെ തന്നെ ആയിരുന്നോ? അല്ല, എന്തോ ഒന്ന് പറ്റിപ്പോയിട്ടുണ്ട്. പാവല്ലേ, എന്താ ചെയ്യുക, ആകപ്പാടൊരു ക്ഷീണം വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ തന്നെ ആയിരുന്നോ? ശരിക്കും നവാസിനെ അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, അത് സൗദ എങ്ങനെ ഈ കോലമായി, ഈ രൂപമായി. അവൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എത്രമാത്രം സുന്ദരിയായിരുന്നു. ഇപ്പോൾ ഇവളിങ്ങനെയായി തീർന്നു. ആ പഴയ കോലത്തിനേക്കാളും ആകപ്പാടെ കോലം കെട്ട് ശരിക്കൊരു മാനസിക രോഗിയുടെ ലുക്കിലാണ് അവളിപ്പോഴുള്ളത്. നല്ല വിഷമമുണ്ട്, നല്ല ടെൻഷനുണ്ട് നവാസിന്. നിങ്ങൾ വിഷമിക്കല്ലിട്ടോ. അങ്ങനെ അതാ ആ ഹോസ്പിറ്റലിനടുത്തേക്ക് എത്തുന്നു. ഷമ്മാസ് വിളിച്ചു, ഹലോ, പിന്നെ ലൊക്കേഷൻ അനുസരിച്ച് ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ, അതിൻ്റെ റൈറ്റ് റോഡാണ്. ഓക്കെ. അങ്ങനെ വലിയൊരു മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റലിലേക്ക് സൗദിയെ കൊണ്ടുപോകുന്നു. ഡോക്ടർ ചോദിച്ചു, എന്തു പറ്റി? എന്താ പറ്റിയെന്നറിയില്ല, എന്താ മെഡിസിൻസ് എന്തോ. ഓക്കെ. പെട്ടെന്ന് അവൾക്കുള്ള ഗ്ലൂക്കോസ് എല്ലാം കൊടുത്തു. എന്നാൽ ഷമ്മാസും നവാസും ഉമ്മയും എല്ലാവരും ആകെപ്പാടെ ടെൻഷനിലാണ്. എന്തായിരിക്കും റബ്ബേ, സ്വന്തം കുഞ്ഞിനെ വരെ അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള യഥാർത്ഥ സത്യം അത് നവാസിനെ കൂടുതൽ സങ്കടപ്പെടുത്തി. എന്നാൽ ഈ സമയം അതാ നുസീബ് വിളിക്കുന്നു ഷമ്മാസിൻ്റെ ഫോണിലേക്ക്. ഹലോ എന്താ ഇത്താൻ്റെ കാര്യം? അത് മോളെ കുഴപ്പമൊന്നുമില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു ഓർമ്മക്കുറവ്, അവൾക്ക് ആരെയും മനസ്സിലാകുന്നില്ല, എന്തോ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഹാളിലിരിക്കുകയാണ്. അടുത്ത കാര്യം വരുമ്പോൾ പേടി, അങ്ങനെയൊക്കെയാണ്. എന്തോ മെഡിസിൻസിൽ എന്തോ മാറ്റം വന്നെന്നൊക്കെ പറഞ്ഞത്. എങ്ങനെ മെഡിസിൻ? അപ്പോൾ അവരല്ല, വീട്ടിൽ നിന്ന് വല്ല ഉറക്ക ഗുളിക എന്തൊക്കെ കൊടുത്തു, വലിയ ഡോസുള്ള ഗുളികയാണ്, അത് കൂടുതൽ ഡോസാക്കി കൊടുത്തപ്പോൾ അത് തലച്ചോറിനൊക്കെ ബാധിച്ചു. നമ്മൾ മെഡിസിൻ കഴിച്ചാൽ തന്നെ അത് കിഡ്നിയൊക്കെ ബാധിക്കും, കരളിനെ ബാധിക്കും എന്നൊക്കെ പറയൂലേ, അതുപോലെ ഇത് ഓർമ്മയുടെ ശക്തി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡോസാണ് അത്ര അതിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമാണ്. എന്തായാലും കുറച്ച് ടൈം എടുക്കും. ഞങ്ങളിപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ നോക്കിയിട്ട് അവർ കാര്യങ്ങളൊക്കെ നോക്കി ബ്ലഡൊക്കെ ചെക്ക് ചെയ്യും. ആദ്യം മുതൽ പഴയതൊന്നും അവരെടുക്കില്ല. പിന്നെ നല്ല അത്യാവശ്യം പൊട്ടിക്കേണ്ടി വരും ഈ ഹോസ്പിറ്റൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോസ്പിറ്റലാണ്, നല്ല ഹൈ റിച്ച് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇനി ക്യാഷിന് വിചാരിച്ചില്ല. ക്യാഷ് നമുക്ക് ഉണ്ടാക്കിയാൽ ഉണ്ടാകാം, പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതം, ഒരു മനുഷ്യ ശരീരമായാലും ഒരു മനുഷ്യനായാലും നമ്മൾക്ക് ക്യാഷ് എത്രയും ഉണ്ടാക്കിയാൽ ഉണ്ടാവും, പക്ഷേ മനുഷ്യനെ കിട്ടൂലല്ലോ. അതുകൊണ്ട് തന്നെ അതുമല്ലൊരു കുഞ്ഞുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് നൽകി. അതിൽ ഇനിയിപ്പോൾ എത്രയൊക്കെ തന്നെ മെഡിസിൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞു ഒക്കെ ആയി വരുമ്പോൾ ടൈം എടുക്കും. എങ്കിലും പ്രാർത്ഥിക്ക്, കാരണം ആ കുട്ടിയുടെ ഉമ്മ എത്രയില്ല അത് തന്നെയല്ലേ. നവാസ്ക്ക് എന്ത് പറഞ്ഞു? നവാസ്ക്കൊക്കെ നല്ല സങ്കടമുണ്ട് പെണ്ണെ. പിന്നെ ഫസീലത്ത് എങ്ങനെ വെച്ചാൽ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഇനിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കതിയും ഹസീനയും
കുഞ്ഞിക്കതിയ പറയുന്നു. പൊന്നാര ഹസീന, ആ ചെക്കനെ നമ്മൾ ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് പമ്പര വിഡിത്തായിപ്പോയി. എന്താണ് ആ ചെക്കന് ആ ഫായ്സ് ഉണ്ടല്ലോ, 3-4 വട്ടമൊക്കെ വിളിച്ചേക്കണല്ല വിശ്വാസത്തിൽ വിളിച്ചതാണ്. ഒക്കെയാണ് വിളമ്പി കൊടുത്തില്ലേ പോലീസിന്. ഇനി കാണാം, കോടതിയും കേസും ഒക്കെ തെളിഞ്ഞു. നീ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സൗദ ആ പമ്പർന്നോൾ ഇനി രക്ഷപ്പെട്ട് എന്തൊക്കെ പറയുന്ന ആർക്കറിയാം. എനിക്കറിയില്ലാണ്, മരിച്ചു പോയാൽ മതിയെന്ന്. അതാ നല്ലത്. ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടാകിയായേ നല്ലത്. ഒരു സമാധാനത്തിലും സുഖത്തിലും ജീവിക്കാനും മക്കൾ സമ്മതിക്കൂല പറഞ്ഞാൽ വല്ലാത്തൊരു പുതുമന്നാണല്ലോ. വല്ലാത്തൊരു കഷ്ടം തന്നെ ഇത്. എന്നാൽ അവിടുത്തെ കോൺസ്റ്റബിൾ, അതേ എന്താ ലോക്കപ്പിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത്? നിങ്ങളെ വൈകാതെ നിങ്ങളെ കേസിനെ വിളിക്കും, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. കൂടുതൽ ഇവിടെ ഡൂല, കാര്യങ്ങളൊക്കെ ഏകദേശം ആയല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നതല്ലേ, അതൊക്കെ പുറത്ത് ചാടും. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നും കട്ട് ജീവിക്കാനൊന്നും കഴിയൂല നമുക്ക്. പിന്നെ എന്നും കള്ളത്തരം ചെയ്യാനും പറ്റൂല. അതൊക്കെ പൊളിയും മക്കളെ. അവിടെയുള്ള കുറച്ച് പ്രായമായ കോൺസ്റ്റബിൾ ചേച്ചി ഉണ്ടായിരുന്നു, ലീലാമ്മയാണ് അത് പറഞ്ഞത്. എന്നാൽ ലീലാമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ കുഞ്ഞിക്കതിയാക്ക് അരിച്ചു കയറി. അതേ, നിങ്ങളെ ഡ്യൂട്ടി എടുത്താൽ മതി, ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും പറയും കാട്ടും ചെയ്യും, അത് നിങ്ങൾ നോക്കണ്ട. എൻ്റെ ഡ്യൂട്ടി തന്നെയാണ് നിങ്ങളെ നോക്കൽ. നിങ്ങളിവിടെ പുറത്ത് ചാടാതെ, നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. സ്വന്തം മക്കളെ വരെ നിങ്ങൾ വലയിലാക്കണവരാണ്. നിങ്ങൾക്ക് എന്ത് കരുതിയിട്ട് വിശ്വസിക്കുക? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്യൂട്ടി തന്നെയാണിത്, വേറെ ഒന്നുമല്ല, മനസ്സിലാക്കിക്കോളി. ലീലാമ്മ നല്ലോണം തിരിച്ച് മറുപടി കൊടുത്തു. എന്നാൽ കുഞ്ഞിക്കതിയെ പുലമ്പി. ഇവിടുത്തെ ഒക്കെ നാവും തലയുള്ള സൈസാണ്. ഉമ്മ, നിങ്ങളിങ്ങൊന്നും പറയാൻ നിൽക്കണ്ട. അതെ ഉമ്മ, ജയിലിൽ കയറ്റുകയാണെങ്കിൽ ഇന്നെ കയറ്റില്ല കേട്ടോ. നിങ്ങൾ പ്രായമായതല്ലേ, നിങ്ങൾ പ്രായമായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാൻ അതിനകത്ര ജീവിതമൊന്നുമില്ലല്ലോ. എൻ്റെ ജീവിതം തുടങ്ങിയിട്ടില്ലുള്ളൂ, ഞാൻ ആസ്വദിക്കണമല്ലോ. നിങ്ങളൊക്കെ നല്ലോണം ആസ്വദിച്ചില്ലേ. പെണ്ണിൻ്റെ തൊള്ളിന്ന് വരുന്നേ കണ്ടില്ലേ, പെറ്റ തള്ളനെ ജയിലിൽ കയറ്റാൻ നടക്കുകയാണല്ലേടി ഇജ്. അല്ല, മങ്ങളല്ല ഇതിലൊക്കെ പ്ലാൻ ചെയ്തത് കുറേയൊക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്. നിങ്ങളാണ് അതൊക്കെ ചെയ്തത്, വേറൊന്നുമല്ല. സ്വന്തം മോൾക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ ആശുപത്രിക്ക് പോയതാണ്. അതോടുകൂടി ഓള് തലയിലായി. ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോലീസാവും, എനിക്ക് ഉറപ്പുണ്ട്. വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. അതിൻ്റെ റബ്ബേ. ശരിക്കും കുഞ്ഞിക്കതിയ ആ മകൾ ശപിച്ചു കൊണ്ടിരുന്നു. സൗദ ആ തന്തൻ്റെ അടുത്തേക്കാണ് പറഞ്ഞേച്ചാൽ മതിയേനു. ഈ ആശുപത്രിക്ക് വിടണ്ടില്ല, തന്തൻ്റെ പെരീക്കേ അവിടെ വിട്ടാൽ മതിയേനു. എങ്ങനെയാ കഴിഞ്ഞോട്ടെ, എൻ്റെ പണിയാണ് ആശുപത്രിക്ക് കൊണ്ടാക്കിയത്. ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇവിടുന്ന് ഇങ്ങനെ ഓച്ചത്ത് സംസാരിക്കാൻ പാടില്ല കേട്ടോ. വീണ്ടും ലീലാമ്മ പറഞ്ഞപ്പോൾ കുഞ്ഞിക്കതിയെ കണ്ടിട്ട് പേടിപ്പിച്ചു. അതേ, നിങ്ങളെ ഡ്യൂട്ടി എടുത്താൽ മതി, ഞങ്ങൾക്ക് തൊള്ള നിങ്ങൾ പൂട്ടി വെക്കണോ? തൊള്ള പൂട്ടി വെക്കണോ ഞങ്ങളെ? എന്താന്നില്ല, അങ്ങനെയൊന്നും ഇവിടെ പറ്റൂല. ശരിക്കും അതാ നമ്മുടെ നജീബും നമ്മുടെ ഷഹർബാനും പോയതിനു ശേഷം ലീലാമ്മയെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞിക്കതിയ. ഇതൊക്കെ വളർത്തി കൊടുത്താണ് മറ്റോല് വരുമ്പോൾ. അതെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടേതായിട്ടുള്ള രീതി, നിങ്ങൾ ഓരോ കുറ്റവാളികളാണ്. ഇവിടെ നിങ്ങൾ ആസ്വദിക്കാൻ വന്നാൽ നിങ്ങളെ കേസിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവിടെ ഇനി വിചാരണ ചെയ്യും, കോടതിയിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കുള്ള വിധി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജയിലിൽ ആർക്ക് അട്ടഹസിക്കുക, ഓട് ചാട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അത്യാവശ്യം നല്ല പണിയും കിട്ടും കേട്ടോ. അവിടെ വെറുതെ ഇരിക്കാനൊന്നും വിചാരിക്കേണ്ട. അവിടെ നിങ്ങൾക്ക് കൈക്കോട്ട് കൊത്താനുണ്ടാവും, കല്ലേറ്റി കൊണ്ടാവാനുണ്ടാവും, മണൽ വാരാനുണ്ടാകും, കൃഷി ചെയ്യാനുണ്ടാകും, എല്ലാം അവിടെ ഉണ്ടാകും. മനസ്സിലായല്ലോ? വെറുതെ ഇരിക്കാനൊന്നും വിചാരിക്കേണ്ട, 4 നേരം ഉരുട്ടി വിഴുങ്ങാനും വിചാരിക്കേണ്ട. എന്നാൽ ലീലാമ്മയുടെ ആ വാക്ക് കേട്ട് കുഞ്ഞിക്കതിയെ പറഞ്ഞു, ചെറിയ അടിച്ച് പൊളിക്കായിരിക്കും, നിങ്ങളെയാണ് ജയിലിൽ കയറ്റും, നിങ്ങളെ കൊന്നുകാണ്ട് ഞാൻ. മനസ്സിലായിക്കോളി. എന്നെ കൊന്നതിന് ഞാനല്ലല്ലോ കയറുക. ശരിക്കും അതാ അവരുടെ നേർക്ക് കുഞ്ഞിക്കതിയുടെ ക്രൂരമ്പുകൾ ആ വാക്കുകൾ കേട്ട് പറഞ്ഞു. നിങ്ങളൊക്കെ മെരുക്കാനേ എൻ്റെ ഷഹർബാൻ തന്നെ വേണം, അവളുടെ എത്തട്ടെ, കാര്യങ്ങൾ കുറച്ച് പറയാണ്ട്. കോൺസ്റ്റബിളാണെന്ന് വിചാരിച്ചുകാണ്ടേ ഇങ്ങനെ വേണ്ടാത്ത മോശമുള്ള പ്രവൃത്തിയൊന്നും പറയാൻ നിൽക്കരുത്. നിങ്ങൾക്കെതിരെ ഞാനും കേസ് കൊടുത്താലേ, അതും ഒരു ഉദ്യോഗസ്ഥക്കെതിരെ കേസ് കൊടുത്താലേ നിങ്ങൾ വീണ്ടും പെടലെന്നായിരിക്കും. കുറേ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കാണ്ടാവും. ഇജാണ്ട് കൊടുത്തോട് കേസ്, ഏതായാലും അനുഭവിക്കുന്നുണ്ട്, എല്ലാത്തിനും ഞാൻ കൊന്നു നിരത്തും, എന്നിട്ട് തന്നെ പോവുള്ളൂ. അല്ലാതെ ആരും ഇവിടെ അങ്ങനെ സുഖിക്കണ്ട. അതെ, കുഞ്ഞിക്കതിയുടെ ദേഷ്യം കൂടിക്കൂടി വരുന്നു. സ്വന്തം മകളെ പോലും ഇല്ലാതാക്കണം എന്നതാണ് അവരുടെ ചിന്ത. സുഗന്ധമായ ആ ഒരു ജീവിതം തല്ലി തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിക്കണ്. നവാസും എത്തി, ഇനി പറയും വേണ്ട, എല്ലാം തെളിയാണ്. കുഞ്ഞിക്കതിയെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിൽ
സൗദിയെ ചെക്കപ്പും കാര്യങ്ങളുമെല്ലാം നടത്തുന്നുണ്ട്. എന്നാൽ ഡോക്ടർ വിളിച്ചു ഷമ്മാസിനെ. അതേ, ഒന്ന് വരൂ, ഇവിടെ സൗദിയുടെ കൂടെയുള്ളൊന്ന് വരൂ ഷമ്മാസ്, നവാസ് പറഞ്ഞയച്ചു. ഷമ്മാസ് ചെല്ലടാ. അപ്പോൾ തന്നെ ഷമ്മാസ്, സർ ഇവരെന്ത് മെഡിസിനാണ് കഴിച്ചിരുന്നത്? അത് അവരെന്ത് മെഡിസിനാന്ന് വെച്ചാൽ കറക്റ്റ്. ഓ, നിങ്ങളാണോ കൊടുത്തത്? ഇത് എവിടെ നിന്ന് കിട്ടി മെഡിസിൻ? ഇവർ കഴിച്ച മെഡിസിൻ ഇവിടെ ഇവിടെ മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അത്രക്കും ഡോസുള്ള മെഡിസിൻസ് ആണല്ലോ ഇവർ കഴിച്ചിട്ടുള്ളത്. ഇത് രക്തത്തിൽ കലർന്ന് തലച്ചോറിനൊക്കെ ആകെ ക്ഷതമേറ്റ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചില്ല, അതോ ഇവരെടുത്ത് കഴിച്ചോ? എന്താ മാനസിക രോഗം കൊണ്ട് എന്തെങ്കിലും പറ്റിപ്പോയോ? എന്നാൽ ഷമ്മാസ് ശരിക്കും ഞെട്ടി, എന്തു പറയണമെന്നറിയാതെ. അത് ഞങ്ങൾക്കറിയില്ല, ഞാൻ കൊടുത്ത ആളെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതെ, കുഞ്ഞിക്കതിയ വീണ്ടും പെടും. കുഞ്ഞിക്കതിയെ വീണ്ടും ചോദ്യം ചെയ്യും, എല്ലാ രഹസ്യങ്ങളും പുറത്താകും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.